ഓണം ഫോട്ടോഷൂട്ടിന്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജോലി തിരക്കിലാണ് ഗൈസ്. അയാൾ ജോലി എടുക്കുകയാണ്. ഏതോ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ CEO പോലെ ഉണ്ടെന്നുണ്ടെങ്കിലും അദ്ദേഹം സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹെഡ്സെറ്റ് വെച്ചതെല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു മുമ്പിൽ ഏതെങ്കിലും പെൺകുട്ടി ആയിരിക്കും. സോ അതുകൊണ്ടായിരിക്കും അങ്ങനെ റിയാക്ട് ചെയ്യാത്തത്. ഇങ്ങനെ ഗൗരവം പിടിച്ചിരിക്കരുത്. ചിരിപ്പിക്കരുത്, ചിരിപ്പിച്ച് കഴിഞ്ഞാൽ പോയി. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഏതോ ഒത്തിരി ബോൾഡായിട്ടിരിക്കുന്നുണ്ട്. ഏതോ ഒരു പെൺകുട്ടിയാണ് മുമ്പിൽ ഇരിക്കുന്നത്, ഉറപ്പാണ്. അതാണ് ഇത്തിരി അങ്ങനെ പെങ്കൊച്ചിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, ഇത്തിരി ബോൾഡൊക്കെ ആവും. പലയിടത്തും പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന പറയുന്നത്. പോലീസിലായിരുന്നു, പിന്നെ റിട്ടയർ ആയിട്ടുള്ള സോറി എന്താ പറയുന്നത്, ജോലി രാജ്യം ചെയ്തിട്ട് വന്നിരിക്കുന്ന പറഞ്ഞേക്കുന്ന പലരോടും. സത്യാവസ്ഥയൊക്കെ അറിയത്തോളൂ. പിന്നീട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് കമന്റ് വന്നു, ഞാൻ കമന്റ് ഇടയിലായി. നെക്സ്റ്റ് ഗോഡ്, ഹായ് നെക്സ്റ്റ് ഗോഡ്, വെൽക്കം വെൽക്കം വെൽക്കം. ചായ കുടിച്ചോ? സിലംബ്രാസൻ, ഹലോ സിലംബ്രാസൻ, ഹായ് ബ്രോ, പ്ലീസ് സാപ്പിടിയാ ലൈക്ക് നമ്പർ 80 ഫ്രം നെക്സ്റ്റ് ഗോഡ്. താങ്ക് യു. ചായ കുടിച്ചോ? ചായ കുടിച്ചില്ല ബ്രോ, ഏകദേശം ഒരു അരമണിക്കൂറൂടെ കഴിയുമ്പോഴത്തേക്ക് ചായ കുടിക്കാനായിട്ട് ഇറങ്ങും. நேத்து நைட்டு வரல, ஆனா நைட் அல்ல, லேட் நைட் வரல, ஆனா அதுக்கு முன்னாடி வந்துருச்சு. நேத்து നൈറ്റ് 8:30 മണിക്ക് வந்துருச்சு. ഓക്കെ, പിന്നീട് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിന്റെ റേറ്റ്, ഐ മീൻ ഫോട്ടോഷൂട്ടിന്റെ റേറ്റ്. സോ ലൈവ് കാണുന്ന ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക പ്ലീസ് പ്ലീസ് പ്ലീസ്. നിങ്ങളുടെ കമന്റ് വന്നാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റും. എവിടെയൊക്കെ മഴയാണ്? സിലംബ്രാസ സാപ്പടിയാ, ടീ സാപ്പടിയാ. ഓക്കെ, ലൈവിലുള്ളവർ ബാക്കിയുള്ളവരുടെ എന്താ കമന്റ് ചെയ്യാത്തത്? പ്ലീസ് 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 കമന്റ്. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഇങ്ങനെ ക്യാഷ് പൊക്കോണ്ടേ ഇരിക്കുവാണല്ലേ. കാവേരി കാവേരി കാവേരി, ഇന്ന് മാത്രം ഏകദേശം 2500 രൂപയ്ക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അദ്ദേഹം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കി. 19-ാം തീയതി വാങ്ങിച്ചിട്ടുള്ള കാർഡാണ്. 19, 20, 21, 22, 23, 24, 25, 26. കറക്റ്റ് 8 ദിവസം. 8 ദിവസം കൊണ്ട് ഏകദേശം 22,000 രൂപ. അതില് കൂടട്ടെ, നോ പ്രോബ്ലം. ചോദിച്ചിട്ട് അങ്ങനെ കൊടുക്കാതിരിക്കും. നാക്കടുത്ത് വളയ്ക്കാതെ. ചാറ്റ് ഒന്നും വരുന്നില്ല പ്ലീസ് 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 പ്ലീസ്. ചാറ്റ് ഒന്നും വരുന്നില്ല. എന്റെ മെസ്സേജ് ഒന്നും വന്നില്ല. ഇപ്പഴാ വന്നു കേട്ടോ. എന്റെ മെസ്സേജ് ഒന്നും വന്നില്ലേ എന്നുള്ള മെസ്സേജാണ് ഇപ്പൊ വന്നത്. നേരത്തെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആവാനേ ചാൻസ് ഉള്ളൂ. അമ്മൂസിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അത് ചോദിക്കാൻ വിട്ടുപോയി. ഹസ്ബൻഡിന്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മൂസിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കമോൺ ചാറ്റ്, ബാക്കിയുള്ളവരോട് മെസ്സേജിലോട്ട് വരിക, ചാറ്റ് ചെയ്യുക. മെസ്സേജ് വന്നാൽ മാത്രമേ നമുക്ക് ലൈവ് കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഹായ് നന്ദുബാ വ്ളോഗ്സ് പ്ലേസ് എവിടെയാണ്? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ മറന്നുപോയതായിരിക്കാം. നന്ദുബാ വ്ളോഗ്സിന്റെ പ്ലേസ് എവിടെയാണ്? എന്റെ വീട്ടിനടുത്തുള്ള എൻ്റെ ഒരു കസിൻ ഉണ്ട്, ആദർശ്. ഓക്കെ, ആദർശ് എന്നാണോ പേര്? എന്റെ കസിൻ ഉണ്ട്, കസിൻസ് ഉണ്ട് 2 പേര്. അപ്പൊ അവരുടെ പേര് ഇതാണ്, നന്ദു വാവയും. അതുകൊണ്ട് ഫെമിലിയ പെട്ടെന്ന് അവരെയാണ് ഓർമ്മ വരുന്നത് പെട്ടെന്ന്, നന്ദു വാവ എന്ന് പറയുമ്പോ. 2 പേരുടെയും പേര് ഇതാണ്, നന്ദുന്ന് വാവാന്നാണ്. നെക്സ്റ്റ് ഓക്കെ, നന്ദു വാവയുടെ പേരെന്താണ്? അതുകൊണ്ട് പ്ലേസ് നമുക്ക് പറ്റിയോ? നെക്സ്റ്റ് ഗോഡിന്റെ സ്ഥലം അപ്പൊ ആദർശം, പേര് ആദർശം എന്നാണല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതുപോലെ